നമസ്കാരം പ്രിയപ്പെട്ടവരെ, വളരെ രസകരമായിട്ടുള്ളൊരു വീഡിയോ. സത്യം പറയാല്ല, ഈ ഒരു വീഡിയോ കണ്ട് ചിരിച്ച് മണ്ണ് തപ്പിയെന്ന് വേണം പറയാൻ. നമ്മുടെ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ആദ്യം രംഗത്ത് വന്ന യുവനടിയെ നിങ്ങൾക്ക് ഇപ്പോഴും ഓർമ്മയുണ്ടല്ലോ. പുള്ളിക്കാരിയുടെ ഇപ്പോഴത്തെ ഒരു ലെവൽ എന്താണെന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാം. അത്യാവശ്യം നല്ല റീലൊക്കെ ചെയ്ത് നല്ല റീച്ചിൽ ഇപ്പം നിൽപ്പുണ്ട്. അപ്പോൾ രാഹുൽ മാങ്കൂട്ടത്ത് എന്ന് പറയുന്ന ആ ഒരു യുവ രാഷ്ട്രീയ നേതാവ് വേണ്ടി വന്നു ഇതുപോലുള്ളൊരു യുവനടിയെ കേരളത്തിലെ സമൂഹം അറിയപ്പെടാൻ എന്ന് വേണം പറയാൻ. കാരണം ഇതിനു മുമ്പ് നമ്മളൊരു സിനിമയിലോ ഒരു റീലിലോ ഒരു ഷോർട്ട് ഫിലിമിൽ പോലും കാണാത്ത ഒരു സാധനത്തിനാണ് പിന്നെ യുവനടി എന്ന് പറഞ്ഞുകൊണ്ട് ആളുകളും മാധ്യമങ്ങളും പൊക്കിയെടുത്തുകൊണ്ട് വന്നത്. എന്നാൽ ഇപ്പോൾ അതിനുശേഷം രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ 2-3 ആളുകൾ രംഗത്ത് വന്നു. ശരിക്കും ഈ രാഹുൽ മാങ്കൂട്ടത്ത് എന്ന് പറയുന്ന ഈ ഒരു യുവ രാഷ്ട്രീയ നേതാവിൻ്റെ ഭാവി ഇല്ലാതാക്കുന്നത് ഇതേ പ്രസ്ഥാനത്തിലുള്ള പല്ല് പൊഴിയാറായി നിൽക്കുന്ന ചില സംഘപരിവാർ ചിന്താഗതി വെച്ച് പുലർത്തുന്ന ചില വേട്ടാവളിയന്മാരായിട്ടുള്ള നേതാക്കന്മാരുണ്ട്. ഇവർ ഈ കോൺഗ്രസിൻ്റെ ശാപമാണ് കേട്ടോ. ഈ വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പിൽ ഗ്രൂപ്പിസവും ഇവൻ്റെയൊക്കെ മറ്റേ കളിയും നിർത്തിയില്ല എന്നുണ്ടെങ്കിൽ കോൺഗ്രസ് കേരളത്തിലും മറ്റേ അനിസ്പ്രയുടെ പരസ്യം പോലെ ആവും. കാരണം തുടച്ചങ്ങ് നീക്കിക്കളയും. ഈ കാലഘട്ടത്തിൽ യുവാക്കൾ വരണമെന്നേ, യുവാക്കൾ മുന്നോട്ട് വന്നെങ്കിലേ പുതിയ ആശയങ്ങൾ ഉണ്ടാകത്തുള്ളൂ. ഉള്ള ചില വേട്ടാവളിയന്മാർ സംഘപരിവാറിൻ്റെ ആശയങ്ങൾക്ക് അനുസരിച്ച് ചില സാമുദായിക നേതാക്കന്മാരുടെ മൂടും താങ്ങി കോണവും താങ്ങി അവൻ്റെയൊക്കെ വോട്ട് മേടിക്കാൻ നടക്കുന്ന സമയം കൊണ്ട് വേറെ വല്ല പണിക്ക് പോകണം എന്നേ പറയാനുള്ളൂ. എന്തായാലും ഈ ഒരു ട്രോൾ വീഡിയോ കണ്ടപ്പോഴത്തേക്ക് എനിക്ക് മനസ്സങ്ങ് നിറഞ്ഞെന്നുള്ളത്. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് സമൂഹ മാധ്യമങ്ങളിൽ വന്ന് രാഹുൽ മാങ്കൂട്ടത്ത് എന്ന് പറയുന്ന ആ രാഷ്ട്രീയ നേതാവിനെ ഏറ്റവും കൂടുതൽ വലിച്ചു കീറാൻ വേണ്ടി വന്നിട്ടുള്ള ഒരു സാധനം ഉണ്ടല്ലോ. നമ്മുടെ ഷഹനാസ് എന്ന് പറയുന്ന കോൺഗ്രസിൻ്റെ എന്തോ എഴുത്തുകാരിയോ സഹയാത്രികയോ അങ്ങനെ എന്തോ ഒക്കെ പേരിലൊക്കെയാണ് അറിയപ്പെടുന്നത്. ഈ സാധനത്തിന് നമ്മുടെ രാഹുൽ ഈശ്വറിൻ്റെയിലും അതുപോലെ തന്നെ നമ്മുടെ ഒരു വക്കീലിൻ്റെയിലും കിട്ടി കേട്ടോ. എടുത്തിട്ടങ്ങ് കീറി ഒട്ടിച്ചെന്നല്ല, വേറെ ലെവലിലേക്ക് കൊണ്ടുപോയെന്നുള്ളതാണ്. ഇത് കണ്ടാൽ ഉറപ്പായിട്ടും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. അത്രയും ഗംഭീരമായിട്ടുള്ള ഒരു ട്രോൾ വീഡിയോ ആണ് ഇത് വന്നിരിക്കുന്നത്. നമുക്കെന്തായാലും ആ ഒരു വീഡിയോ ഒന്ന് കണ്ട് മനസ്സൊന്ന് സന്തോഷിക്കുക, ഒന്ന് അറിഞ്ഞൊന്ന് ചിരിക്കുന്നേ. നിങ്ങളെല്ലാവരും ഒന്ന് റിലാക്സ് ആകും. നോക്കിക്കോ, കണ്ടോ. എവിടെയാണ് ഇവിടെ ഭരണഘടനാ ലംഘനം ഉണ്ടാകുന്നത്? ഒരു സ്ത്രീയെ മാനിപ്പുലേറ്റ് ചെയ്തിട്ടുള്ള ഒരു കൺസെന്റ് ഉണ്ടാക്കുകയാണെങ്കിൽ അതിനെതിരെയൊക്കെ കോടതിയിൽ പോകാൻ സ്ത്രീകൾക്ക് അവകാശമുണ്ട് എന്ന് സ്ത്രീകൾ ഇനിയും മനസ്സിലാക്കണം. അതൊരു അതിനോടൊപ്പം തന്നെ അവരെ ക്രൂരമായി ഒരു പ്രാവശ്യം ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടു എന്നുള്ളത് കൊണ്ട് എനിക്ക് അടുത്ത പ്രാവശ്യം ക്രൂരമായിട്ട് ആ സ്ത്രീയെ സമീപിക്കാൻ പാടില്ല എന്നൊക്കെ വിചാരിക്കുന്ന ഒരുപാട് മനുഷ്യർക്കിടയിലാണ് നമ്മളിത് ജീവിക്കുന്നത്. സ്ത്രീയുടെ മൊഴി വിശ്വസിച്ചേ പറ്റുള്ളൂ. അങ്ങനെ എന്തെങ്കിലും നിയമത്തിൽ പറയുന്നത് ശരിക്കും തെറ്റല്ലേ? തെറ്റാണ്. മാഡം പറഞ്ഞു, ഷഹനാസ് മാഡം പറഞ്ഞു സ്ത്രീയെ മാനിപ്പുലേറ്റ് ചെയ്യുന്നു. അങ്ങനെ എങ്ങനെയാ മാനിപ്പുലേറ്റ് ചെയ്യുന്നത്? അങ്ങനെ ചോദിച്ചാ ഏതെങ്കിലും ഒരു സ്ത്രീ ചുമ്മാ ഒരാൾ പോയി പറയാ നമുക്ക് തമ്മിൽ ഞാൻ നിങ്ങളെ കല്യാണം കഴിച്ചോളാന്ന് പറഞ്ഞു ഞാൻ തലയ്ക്കകത്ത് ആള് താമസമുള്ള ഏതെങ്കിലും ഒരു സ്ത്രീ ആരെങ്കിലും കൂടെ കിടക്കാൻ വരുമോ? അതിനുശേഷം ഈ പുരുഷൻ കാലു മാറുമ്പോഴാണല്ലോ ഇവിടെ വഞ്ചനയുടെ അംശം വരുന്നത്. ഒരു പുരുഷനും സ്ത്രീയും കൂടെ സ്നേഹം ഉണ്ടായി കഴിഞ്ഞാൽ എല്ലാ കാലവും സ്നേഹം അങ്ങനെ നിൽക്കുവോ? മണ്ട ചോദ്യങ്ങൾ ചോദിക്കാതെ അതിന് ആർക്കും സ്വാതന്ത്ര്യമില്ലേ? ഒരു സ്ത്രീയായിട്ട് എനിക്ക് ബന്ധം വന്നു അല്ലെങ്കിൽ അടുപ്പം വന്നു, ആ സ്ത്രീയായിട്ട് എനിക്ക് തെറ്റിപ്പിരിയാനായിട്ട് അവകാശം. വിദ്യാഭ്യാസമുള്ള ലോകത്തിൽ ഏതെങ്കിലും സ്ത്രീയെ കല്യാണം കഴിക്കുമെന്ന് പറഞ്ഞാൽ ആരെങ്കിലും വന്ന് കൂടെ കിടക്കുവോ? നിങ്ങൾ പറഞ്ഞു ഒരു കല്യാണം കഴിഞ്ഞ ഒരു സ്ത്രീയെ എന്താ പറയാ മാനിപ്പുലേറ്റ് ചെയ്തുകൊണ്ട് ഞാൻ കല്യാണം കഴിക്കാം എന്ന് പറയുമ്പോഴേക്കും കൂടെ കിടക്കുവോ എന്ന്. അത് ഘട്ടമായിട്ട് ഒരു സ്ത്രീയെ അവർ മാനിപ്പുലേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അറിയില്ല എന്നാ അറിയണം. ആന്തരിക അവയവങ്ങൾ ദ്രവിപ്പിച്ച് ഷാരോനെ കൊല്ലുമ്പോഴും ഗ്രീഷ്മയും അവനോട് ലൈംഗികത അടക്കമുള്ള കാര്യങ്ങൾ ഏർപ്പെട്ടിരുന്നു. നിനക്ക് വല്ല രാഹുൽ മാങ്കൂട്ടത്തിൽ പീഡിപ്പിച്ചു എന്ന് പറയുന്നതിന്റെ 6 ദിവസത്തിന് ശേഷം രാഹുൽ മാങ്കൂട്ടത്തിൽ 10,000 രൂപ വിഷു കൈനീട്ടം അയച്ചു കൊടുക്കുകയാണ്. യഥാർത്ഥത്തിൽ സ്ത്രീകളുടെ ഏറ്റവും വലിയ ശത്രു ആരെന്നറിയാമോ? വ്യാജ പരാതി കൊടുക്കുന്ന സ്ത്രീകളാണ് സ്ത്രീകളുടെ ഏറ്റവും വലിയ ശത്രുക്കൾ. ഒരു സ്ത്രീ ഒരുത്തം പോയിട്ട് അവൻ്റെ അടുത്ത് പോയിട്ട് വന്ന് ഞാൻ ഒന്ന് കല്യാണം കഴിക്കാം, നിങ്ങൾ എൻ്റെ കൂടെ വന്ന് കിടക്കുമെന്ന് പറഞ്ഞാൽ തലയ്ക്കകത്ത് ആള് താമസമുള്ള ഒരു സ്ത്രീ വരത്തില്ല. മാന്യതയുള്ള അന്തസ്സുള്ള സ്ത്രീകൾ എത്രയോ പേരുണ്ട്. അവരാരെങ്കിലും ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ സപ്പോർട്ട് ചെയ്യും. പുരുഷനും തമ്മിൽ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്നതിനെയാണോ താങ്കൾ വൃത്തികേട് എന്ന് നിർവചിക്കുന്നത്? സ്നേഹമാണെന്ന് പോയി കിടന്നിട്ട് അവന്റെ കൂടെ ലൈഫ് എൻജോയ് ചെയ്തിട്ട് തിരിച്ചു വന്നിട്ട് അവനെ പിടിച്ച് ജയിലിനകത്താക്കുന്ന മാന്യതയാണോ? നിനക്കെന്നെ വേണ്ടെങ്കിൽ എനിക്ക് നിന്നെ ഇന്നലെ വേണ്ട എന്ന് പറഞ്ഞിട്ട് ഇറങ്ങിപ്പോവും. മാന്യതയുള്ള സ്ത്രീ പോടാ പുല്ലെന്ന് പറഞ്ഞിട്ട് പോകും. വേണ്ടായിരുന്നു. ഒരു സ്ത്രീക്ക് മാത്രമേ വിഷമം വരത്തുള്ളൂ. ഒരു ബ്രേക്കേജ് വരുമ്പോഴത്തേക്ക് പുരുഷന് വിഷമം വരത്തില്ലയോ? പുരുഷന്മാര് പ്രണയ നൈരാശ്യം കൊണ്ട് ആത്മഹത്യ ചെയ്തിട്ടുണ്ട്. അവരൊക്കെ ഭ്രാന്തന്മാരാണോ? ഇത് ഈക്വലി അപ്ലൈസ് മാഡം. നിങ്ങൾക്ക് വരുന്ന പോലെ ആണുങ്ങൾക്കും വരും.
അവർ കഴിക്കുന്ന ആഹാരം വേറൊരു ആഹാരമല്ല. സ്ത്രീ കഴിക്കുന്ന ആഹാരം തന്നെയാണ് പുരുഷനും കഴിക്കുന്നത്. കിട്ടിയ മുതലും പലിശ ചേർത്ത് കിട്ടി. ആരും കണ്ടില്ല. വാ, എവിടെയാണ് ഇവിടെ ഒരു പരാതിപ്പെട്ട സ്ത്രീക്ക് മാന്യമായി ഇവിടെ നിൽക്കാൻ സാധിക്കുന്നത്? ആദ്യം ഈ സംസാരിക്കുന്ന വ്യക്തിനെ ആദ്യം അറസ്റ്റ് ചെയ്ത് ലോകപ്പിലാണ്. സ്ത്രീകളെ മാനിപ്പുലേറ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഏതെങ്കിലും ഒരു മനുഷ്യരെ നമ്മൾ ഇപ്പോഴും സപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഒരു ചോദ്യമുണ്ട്, ഞാൻ ചോദിച്ചോട്ടെ. ഒറ്റ ക്വസ്റ്റ്യൻ. ഷഹനാസ് മാഡം ഈ ഛത്തീസ്ഗഡിലെ കേസുണ്ടോ, പ്രമോദ് കുമാർ നവരത്ന വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് രാജസ്ഥാൻ? എനിക്കറിയില്ല. അതായത് പ്രമോദ് കുമാർ നവരത്ന, നിങ്ങൾ ആ ജഡ്ജ്മെന്റ് വായിച്ചോണെന്ന് ഞാൻ വിചാരിക്കുന്നത്, അല്ലെങ്കിൽ ചർച്ചയ്ക്ക് വരത്തില്ലല്ലോ. സ്ത്രീ തെറ്റുകാരിയാണോ എന്ന് ചോദിച്ചാൽ നിങ്ങൾ എന്ത് മറുപടി പറയും? മറുപടി പറയുന്നുണ്ടോ? പറഞ്ഞൊരു കാര്യമുണ്ട്. അവര് ഞാൻ പറയാണ്, അവർ സ്ത്രീയുടെ ശരീരം മുഴുവൻ കീറി മുറിക്കുകയാണ്. ആ സ്ത്രീ എന്താ ചെയ്യേണ്ടത്? പ്രണയത്തിലായിട്ടുണ്ട്, എന്നോട് വിവാഹ വാഗ്ദാനം പറഞ്ഞിട്ടുണ്ട്. അതിന്റെ തെളിവുകൾ, അവരെ ദേഹം മുഴുവൻ കീറി മുറിച്ചിട്ടുള്ള ഫോട്ടോസ് ഞാൻ ഫോട്ടോസ് കണ്ടു. ഇത് സത്യസന്ധമായിട്ടുള്ള കാര്യമാണ്. സ്ത്രീകൾ ഇവിടെ ഉണ്ട്. അവരെ വീണ്ടും ജനിച്ചപ്പോഴേ ഇങ്ങനെ സാറിനെയും എന്നെയൊക്കെ ദൈവം രക്ഷിക്കട്ടെ എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. അത്രക്കുള്ള ബുദ്ധിയൊന്നും അതിനില്ലല്ലോ. ആ ക്വസ്റ്റിനെ കുറിച്ച് ചോദിച്ചപ്പോൾ ഇതുമായിട്ട് യാതൊരു ബന്ധവുമില്ലാത്ത മറ്റൊരു കേസിൽ കടിച്ചു കീറി എന്നൊക്കെ പറഞ്ഞ് ഡ്രാമ പറഞ്ഞാൽ അതിന് സബ്സ്റ്റിറ്റ്യൂഷൻ ആകുമോ? യഥാർത്ഥ അതിജീവിതന്, അതായത് ഭാര്യയാൽ വഞ്ചിക്കപ്പെട്ട, സമൂഹത്താൽ അപമാനിക്കപ്പെട്ട യഥാർത്ഥ അതിജീവിതന് പറഞ്ഞിട്ട് കാര്യമില്ല. ഞങ്ങളാൽ കഴിയുന്ന സപ്പോർട്ട് കൊടുക്കുന്നുണ്ട്. കൊള്ളാമോനെ. വിവാഹ ബന്ധത്തിൽ നിലനിൽക്കുന്ന സ്ത്രീകൾ ഭർത്താവ് അറിയാതെ മറ്റൊരാളുമായി ബന്ധം പുലർത്തുന്നത് ഏതെങ്കിലും രീതിയിൽ നിയമപരമോ ധാർമ്മികമോ ആണോ? എല്ലാം കയ്യിൽ തന്നെ മറ്റൊരാളുമായി ബന്ധപ്പെടുകയും ആ രീതിയിൽ ഒരാളുമായി പ്രണയത്തിൽ ഈ ഇരിപ്പിൽ അങ്ങോട്ട് സമാധിയായാൽ മതിയായിരുന്നു. വ്യാജ പരാതികൾ എന്നുള്ളൊരു പ്രശ്നമല്ലേ? ഞാൻ എന്താണെന്ന് ഷഹനാസിക്ക് അറിയാം, അതുകൊണ്ട് ഞാൻ ഡീറ്റെയിൽ എടുക്കുന്നില്ല. 2014 കോഴിക്കോട് ഗുരുവായൂരപ്പൻ കോളേജിൽ PG വിദ്യാർത്ഥിനി ആയിരിക്കെ എനിക്ക് UPSC സിവിൽ സർവീസ് പരീക്ഷയിൽ ഉന്നത റാങ്ക് കിട്ടിയെന്ന് കോളേജ് മാനേജ്മെന്റിനെ ധരിപ്പിക്കുന്നു. ആശാന്റെ കംപ്ലീറ്റ് ബയോഡാറ്റ ഞങ്ങൾക്ക് കിട്ടിക്കഴിഞ്ഞു. കിട്ടിയല്ലേ? സംശയം തോന്നി. കോളേജ് മാനേജ്മെന്റ് നടത്തിയ അന്വേഷണത്തിൽ ഷഹനാസ് സിവിൽ സർവീസ് പരീക്ഷ എഴുതിയിട്ട് പോലും ഇല്ല എന്ന് മനസ്സിലാകുന്നു. അവിടെയാണ് വ്യാജ ക്ലെയിമുകളെ നമ്മൾ പൊളിക്കാൻ മുന്നിട്ടിറങ്ങണം. അത് സ്ത്രീയാണെങ്കിലും പുരുഷനാണെങ്കിലും വ്യാജ ക്ലെയിമുകൾ വരുമ്പോ അത് പൊളിക്കണം. എനിക്ക് ഈ കിട്ടുന്നതിലേക്ക് എനിക്ക് സന്തോഷമുള്ളൂ. ഇനിയും കിട്ടാൻ വേണ്ടി ഞാൻ പ്രാർത്ഥിക്കാം. ബന്ധപ്പെടുകയും ആ രീതിയിൽ വ്യാജ ആരോപണങ്ങൾ കാണുന്നുമില്ല, കേൾക്കുന്നുമില്ല. കേട്ടില്ല, എനിക്ക് കേട്ടില്ല. ഹലോ, ഉറച്ചു പറ, കേൾക്കുന്നില്ല. എന്ത് പോക്കത്തിലോ താനീ പറയുന്നത്? അവർ കണ്ടിരുന്ന് കാണുന്നു, ഞാൻ ഇവിടെ ഇരുന്ന് കേട്ടല്ലോ. ഹലോ ഷഹനാസ് ഇവിടെ രാഹുൽ ഈശ്വർ ചോദിച്ചത് കിട്ടേണ്ടത് കിട്ടിക്കഴിഞ്ഞാൽ തോന്നേണ്ടത് തോന്നാൻ ഇത്തിരി സമയം നല്ലതാ. വ്യാജ കേസാണെങ്കിൽ, വ്യാജമായിട്ട് ഒരു വ്യക്തി വരികയാണെങ്കിൽ അത് തിരിച്ചറിയാനുള്ള സംവിധാനമൊക്കെ എന്നിട്ട് ബുദ്ധിയുള്ള ഇന്നത്തെ കേരളത്തിലെ എല്ലാ സംവിധാനങ്ങൾക്കും ഉണ്ട് എന്നാലും ഷഹനാസ് IASന്റെ ജീവിതകഥ അവിടെ തുടരട്ടെ. ഇത്ര രസമായിട്ടുള്ള ഒരു വീഡിയോ ഞാൻ ഈ അടുത്ത കാലത്തൊന്നും കണ്ടിട്ടില്ല കേട്ടോ. കുറെ ദിവസമായിട്ട് ചാനലിനകത്ത് വന്നിരുന്നുണ്ട്. അതിജീവിതയ്ക്ക് വേണ്ടി അങ്ങോട്ട് ഘോരം പ്രസംഗിച്ചിട്ടുള്ള ഒരു എഴുത്തുകാരിയാണോ നിങ്ങളിപ്പോ ഈ കണ്ടത് കേട്ടോ. ഇരുത്തി കൊല്ലുക എന്ന് പറഞ്ഞ കേട്ടില്ലേ? ഇരുത്തി അവതാരികയുടെയും ചേച്ചിയുടെ അണ്ണാക്കിലേക്ക് നൈസായിട്ടാണ് നമ്മുടെ രാഹുൽ ഈശ്വരും ആ വക്കീല് പുലിയാണ് കേട്ടോ. വക്കീലും അടിച്ച് കയറ്റിയോട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി അടുത്ത കാലത്തൊന്നും ഈ സാധനം ഇനി പൊങ്ങി വന്നിട്ട് ചാനലിനകത്ത് വന്നിരുന്നുണ്ട് ഇങ്ങനെ വന്നിരുന്നോണ്ട് കുറയ്ക്കത്തില്ല. എന്താണെങ്കിലും ഇവിടെ ആണുങ്ങൾക്ക് കൊണ്ട് മാനത്തിന് വില, ആണുങ്ങൾക്ക് വേണ്ടി ഒരു പുരുഷ കമ്മീഷനൊക്കെ വേണം തോന്നിപ്പോകുന്നൊരു സാഹചര്യമാണ് ഇപ്പൊ നമ്മുടെ നാട്ടിൽ നിലനിൽക്കുന്നത്. അല്ലെങ്കിൽ ആ ഒരു പാവം മനുഷ്യന്റെ ജീവൻ നഷ്ടപ്പെടത്തില്ല. ഒരുത്തി കാണിച്ചിട്ടുള്ള കുത്തി ഉണ്ടാക്കൽ കാരണം ഒരു പാവം മനുഷ്യന്റെ ജീവൻ പോലെ. അപ്പൊ ഇതുപോലുള്ള സ്ത്രീകൾക്കെതിരെയാണ് നമ്മൾ സംസാരിക്കുന്നത്. അവർക്കെതിരെ നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കും. ഈ നാട്ടിലെ നല്ലവരായിട്ടുള്ള കുടുംബത്ത് പറഞ്ഞിട്ടുള്ള, കുടുംബത്ത് അടങ്ങിയൊതുങ്ങി ജീവിക്കുന്ന ഒരു സ്ത്രീകളെ അപമാനിക്കാനോ ഇല്ല പുരുഷന്മാരൊന്നും രംഗത്തേക്ക് വരത്തില്ല. അപ്പൊ ഇതുപോലുള്ള ആളുകൾ ഈ കള്ളത്തരവുമായി വരുമ്പോൾ അതിനെ പൊളിച്ചെടുക്കുക എന്നുള്ളത് അത് നമ്മുടെ ഒരു ഉത്തരവാദിത്വം തന്നെയാണ്. എന്തായാലും ഈ ഒരു വീഡിയോ രസകരമായിട്ടുള്ള വീഡിയോ, ചിരിച്ച് മടുത്തില്ല അല്ലേ? വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിശ്വസിക്കുന്നു. ഉണ്ടെങ്കിൽ നിങ്ങളുടെ വിലയേറെ അഭിപ്രായം കമന്റുകൾ നമ്മുടെ കമന്റ് ബോക്സിൽ അറിയിച്ചേക്കുക. അടുത്തൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. അതുവരെയ്ക്കും എല്ലാവർക്കും ബൈ.